ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിൽ ഉള്ള 5ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വിദേശത്തൊക്കെ അടുത്ത ആഴ്ച എക്സാം നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വർഷം നടന്ന പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അഹ്കാമു തജ്വീദാണ് വിഷയം. അപ്പോൾ നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നതെന്ന് നോക്കാം. ഇനി നെക്സ്റ്റ് ഇയറിലൊക്കെ 5ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുത്താം. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് അഹ്കാമു തജ്വീദിലെ 9ാമത്തെ പാഠം മഹാരിജുൽ ഹുറൂഫ് 3 അത് മുതലാണ് എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 18 എണ്ണാണ്. 18 അക്ഷരങ്ങൾ നാവിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. റായിനെ തർക്കീക്ക് ചെയ്തു. ഇതെന്ന ഉദാഹരണത്തിൽ റായിനെ തർക്കീക്ക് ചെയ്തതിന് ഉദാഹരണം. അപ്പോൾ ഏതാണ് റായിനെ തർക്കീക്ക് ചെയ്തത്? ഫിർഔൻ. ഫിർഔൻ എന്നതാണ് തർക്കീക്ക് ചെയ്തത്. എന്താണ്? സുക്കൂനുള്ള റായിന് മുമ്പ് കസറാവുകയും ശേഷം ഇസ്തീലായിൻ്റെ ഹർഫ് ഇല്ലാതിരിക്കുകയും ചെയ്തു. ഫിർഔൻ എന്നത്. അപ്പോൾ റായിനെ തർക്കീക്ക് ചെയ്ത് ടിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ കണ്ടാൽ അത് തഫീമാണോ തർക്കീക്കാണോ എന്ന് മനസ്സിലാക്കാനും അത് എന്താണ് കാരണമെന്ന് പറയാൻ കഴിയണം. ഇവിടെ മിർസോദ്. മിർസോദ് എന്നത് തഫീമാണ്. കാരണം എന്താണ്? സുക്കൂനുള്ള റാ അതിന് മുമ്പ് കസറാവുകയും ശേഷം ഇസ്തീലായിൻ്റെ ഹർഫ് വരികയും ചെയ്തു. ഹുസ്സലാത്തിൻ കിള് എന്ന ഇസ്തീലായിൻ്റെ 7 അക്ഷരങ്ങൾ, അതാണ് ഇസ്തീലായിൻ്റെ അക്ഷരങ്ങൾ. അത് സുക്കൂനുള്ള റായിന് ശേഷം വന്ന മുമ്പ് കസറയും വന്ന തഫീമാണ്. ഇവിടെ ഇസ്തീലായിൻ്റെ ഹർഫല്ല, ഐനാണെങ്കിൽ അത് ഇസ്തീലായിൻ്റെ ഹർഫാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫുർഖാൻ. സുക്കൂനുള്ള റായിന് മുമ്പ് ലൊമ്മ് വന്നു, അപ്പോൾ അത് തഫീമാണ്. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം. അടുത്ത എന്താണ്? ജൗഫിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ജൗഫ് വായയുടെ ഉൾഭാഗം. വായയുടെ ഉൾഭാഗത്തു നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? വായയുടെ ഉൾഭാഗത്തു നിന്ന് മദ്ദിയായ അക്ഷരങ്ങളാണ്. അലിഫ് വാവ് യാ. അലിഫ് വാവ് യാ എന്ന് മദ്ദക്ഷരങ്ങളാണ് വായയുടെ ഉൾഭാഗത്തു നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അത് അടയാളപ്പെടുത്താം. ഇവിടെ വാവ് യാ വന്നത് അടയാളപ്പെടുത്താം. മീമ് നൂന് എന്താണ്? ഉന്നത്തിന് സന്ദർഭത്തിൽ തരിമൂക്കും ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ വാവ് മീമ് ഇത് 2 മഹ്റജ് നിന്നാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് എന്താണ്? റായിനെ തഫീം ചെയ്തതിന് ഉദാഹരണമാണ്. ഇതിൽ റായിനെ തഫീം ചെയ്തതിന് ഉദാഹരണം തഫീം. ഇർജഇ. ഇർജഇ എന്നതിൽ എന്താണ്? തഫീമാണ്. കാരണം എന്താ? സുക്കൂനുള്ള റായിന് മുമ്പ് കസറ ആരിലോ മുൻഫസിലോ ആവുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇർജഇ പുതുതായിട്ടൊരു കസറ വന്നു അല്ലേ? അപ്പോൾ അതാണ് തഫീം. മസീർ. മസീർ സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നാൽ തർക്കീക്കാണ്. ഫസ്ബിർ സുക്കൂനുള്ള റായിന് മുമ്പ് കസറ വന്ന തർക്കീക്കാണ്. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കി പറയാൻ കഴിയണം ഏത് വേർഡ്സ് കണ്ടാലും. അപ്പോൾ ഇവിടെ തഫീം നമ്മൾ ശരിയടയാളപ്പെടുത്തി. അടുത്തത് ഇസ്തീലായിൻ്റെ അക്ഷരമാണ്. ഇവിടെ 3 അക്ഷരമുണ്ട്. ഇസ്തീലായിൻ്റെ അക്ഷരം ഏതാണെന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7 അക്ഷരങ്ങൾ. ഹുസ്സലാത്തിൻ കിള്. ഹുസ്സലാത്തിൻ കിള്. അതിൽ ഫസ്റ്റ് ഹ പുള്ളിയുള്ള ഹ ആണ്. ഐനും ഹും ഇസ്തീലായിൻ്റെ അക്ഷരമല്ല. അത് പുള്ളിയുള്ള ഐനാണെങ്കിൽ അത് ഇസ്തീലായിൻ്റെതാണ്. അപ്പോൾ ഹുസ്സലാത്തിൻ കിള് എന്ന 7 അക്ഷരം. ഹ സോദ്, പിന്നെ ലോദ്, തോ, ഖാഫ്, പിന്നെ ലോ, പിന്നെ ഐന്. അങ്ങനെ 7 അക്ഷരങ്ങൾ. അത് ഇസ്തീലായിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ അതുപോലെ ഇതിൽ നിന്ന് വേറെ ഏത് അക്ഷരങ്ങൾ ചോദിച്ച് വരാം. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇനി അക്ഷരങ്ങളുടെ മഹ്റജിൽ പെട്ടതാണ്. മഹ്റജുകൾ 5 എണ്ണം. ലിസാന്, ഹൽക്ക്, ഷഫത്താനി, ജൗഫ്, ഖൈഷു. അപ്പോൾ ഇവിടെ ഷഫത്താനിയാണ്. ഷഫത്താനി എന്ന് പറഞ്ഞാൽ 2 ചുണ്ടുകൾ. അപ്പോൾ അതൊക്കെ അർത്ഥം മനസ്സിലാക്കണം. മാച്ച് ചെയ്യാനൊക്കെ വരാം.
ജൗഫ് എന്ന് പറഞ്ഞാൽ വായുടെ ഉൾഭാഗം, ഹൈഷു എന്ന് പറഞ്ഞാൽ തരിമൂക്ക്, ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ്, ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ട. അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ്. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും. അത് 3 അക്ഷരങ്ങളുണ്ട്. ലോ സ ദാല്. ലോ സ ദാല് 3 അക്ഷരമുണ്ട്. അപ്പോൾ അവിടെ അതിന് ലോ ആണ് വന്നത്. അപ്പോൾ അതിൻ്റെ സി നമുക്കവിടെ നൽകാം. അടുത്തതോ താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും. താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും. ഫ ഫ. അപ്പം അതിൻ്റെ ഈ നമുക്കവിടെ നൽകാം. ഇനി ആ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും. മുരട് അവിടുന്ന് 3 അക്ഷരങ്ങളുണ്ട്. തോ ത ദാല് ഒക്കെ പറഞ്ഞ് നോക്കുക. അപ്പം നമുക്കറിയാം നാവ് എവിടെയാണ് മുരടുമ തട്ടുന്നത്, നാവിൻ്റെ തലമ തട്ടുന്നത് ഒക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഏതാണ് ഇതിവിടെ വന്നതിൽ ദാലാണ്. ആ 3 അക്ഷരത്തിൽ ദാല് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബി നമുക്കവിടെ നൽകാം. ഇനിയോ വായയുടെ ഉൾഭാഗം, അതായത് ജൗഫ്. ജൗഫ് എന്ന് മദ്ദക്ഷരമായ അലിഫ് വാവ് യാ. അപ്പം അതിൽ വാവ് മദ്ദിയ. വാവ് മദ്ദിയ. വാവ് 2 ചുണ്ടുകളിൽ നിന്ന് വരുന്ന അക്ഷരമാണ്. മദ്ദിയായ അക്ഷരമായിട്ട് വരുമ്പോഴാണ് വായുടെ ഉൾഭാഗത്തു നിന്ന്. അപ്പം അതിൻ്റെ എ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി എന്താണ് നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും. അത് 3 അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോദ് സായി സീന്. അതിൽ സോദാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ ഡി നമുക്കവിടെ നൽകാം. അപ്പോൾ ഇതിന്ന് അക്ഷരങ്ങൾ ഇതുപോലെ മാറി വരാം. അതൊന്ന് പഠിച്ചാൽ കേട്ടോ. അതുപോലെ 2 ചുണ്ടുകളിൽ നിന്ന് വരുന്ന അക്ഷരം വാവും ബാവും മീമും. വാവ് ബാ മീമ് നമുക്ക് മനസ്സിലാക്കണം. അതിൽ വാവിൽ 2 ചുണ്ടുകളുടെ മധ്യഭാഗം അല്പം തുറന്നിടണം. എന്തിലാണ് 2 ചുണ്ടുകളുടെ മധ്യഭാഗം അല്പം തുറന്നിടുന്നത് എന്നൊക്കെ ചോദ്യം വരും. വാവാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. നാവിൻ്റെ മുരട് താഴ്ത്തി ഉച്ചരിക്കുന്നത് കൊണ്ടാണ് ഡാഷ് ഉണ്ടാകുന്നത്. നാവിൻ്റെ മുരട് താഴ്ത്തി ഉച്ചരിക്കുന്നത് കൊണ്ടാണ് എന്ത് തർക്കീക്ക് ഉണ്ടാകുന്നത്. നാവിൻ്റെ മുരട് അണ്ണാക്കിൽ നിന്ന് ഉയരുന്നത് കൊണ്ടാണ് തഫീം ഉണ്ടാകുന്നത്. നാവിൻ്റെ മുരട് താഴ്ത്തി ഉച്ചരിക്കുന്നത് കൊണ്ടാണ് തർക്കീക്ക് ഉണ്ടാകുന്നത്. മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. തർക്കീക്ക് ഉണ്ടാകുന്നത് എങ്ങനെ, അത് ചോദ്യമായിട്ടും വരാം. തഫീം ഉണ്ടാകുന്നത് എങ്ങനെ, അതൊക്കെ പഠിക്കാം. ഇനി അടുത്തത് കിർത്തോസിൻ. കിർത്തോസിൻ എന്നതിലെ റായിനെ ഡേഷാക്കി ഉച്ചരിക്കണം. എന്താണ് തഫീമാക്കി ഉച്ചരിക്കണം. കിർത്തോസിൻ എന്നതിൽ തഫീമാക്കി ഉച്ചരിക്കണം. കാരണം എന്താണ് സുക്കൂനുള്ള റായിന് മുമ്പ് കസറാവുകയും ശേഷം ഇസ്തീലായിൻ്റെ ഹർഫ് വരികയും ചെയ്തു. എന്നാൽ സുക്കൂനുള്ള റായിന് മുമ്പ് കസറായി ഇസ്തീലായിൻ്റെ ഹർഫ് ഇല്ലെങ്കിൽ അത് തർക്കീക്കാണ്. അപ്പോൾ ഇവിടെ തഫീമാക്കി ഉച്ചരിക്കണം. ഐരിൽ മൗലൂബി അലൈഹിം. ഐരിൽ മൗലൂബി അലൈഹിം എന്നതിലെ റായിനെ. എന്നതിലെ റായിന് എന്താണ് റായിൻ്റെ ഹർക്കത്ത് കസറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റായിനെ തർക്കീക്ക് ചെയ്യണം. റായിനെ തർക്കീക്ക് ചെയ്യണം. കസറ വന്നു അല്ലേ. ഹർക്കത്ത് കസറായ തർക്കീക്ക്. ഹർക്കത്ത് ഫത്തഹോ ലമ്മോ ആയാൽ തഫീമ്. അടുത്തത് ഇസ്തീലായിൻ്റെ അക്ഷരങ്ങൾ ഡേഷ് എണ്ണമാണ്. എത്രയാണ് 7 എണ്ണം. ഇസ്തീലായിൻ്റെ അക്ഷരങ്ങൾ 7 എണ്ണമാണ്. അടുത്തത് അക്ഷരങ്ങളെ നേർപ്പിച്ച് ഉച്ചരിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. നേർപ്പിച്ച് ഉച്ചരിക്കുന്നതിന് തർക്കീക്ക് എന്ന് പറയുന്നു. കനപ്പിച്ച് ഉച്ചരിക്കുന്നതിന് തഫീം എന്നും പറയുന്നു. അപ്പോൾ 2 പഠിക്കണം. നേർപ്പിച്ച് ഉച്ചരിക്കുന്നതിന് തർക്കീക്ക് എന്ന് പറയുന്നു. കനപ്പിച്ച് ഉച്ചരിക്കുന്നതിന് തഫീം എന്നും പറയുന്നു. അടുത്തത് ഖൈർ എന്നതിലെ സാക്കിനായ റായിനെ ഡാഷ് ചെയ്ത് ഉച്ചരിക്കണം. ഖൈർ. സുക്കൂനുള്ള റാ, അതിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂനുള്ള യാ. സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ. സുക്കൂനുള്ള സാക്കിനായ 2 സെയിമാണ്. അപ്പോൾ ഇവിടെ സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്ന തർക്കീക്ക് ചെയ്യണം. തർക്കീക്ക് ചെയ്ത് ഉച്ചരിക്കണം. അടുത്ത ഇനി ഒറ്റവാക്കി ഉത്തരം എഴുതാനാണ്. മദ്ദക്ഷരങ്ങളുടെ മഹറജ്. മദ്ദക്ഷരങ്ങളുടെ മഹറജ് ഏതാണ്? ജൗഫ്. വായുടെ ഉൾഭാഗമാണ് മദ്ദക്ഷരമായ അലിഫ് വാവ് യാ എന്നിവയുടെ മഹറജ് ജൗഫ്. അടുത്തത് തരിമൂക്ക് എന്നതിൻ്റെ അറബി പദം. തരിമൂക്ക് എന്താണ്? തരിമൂക്കിൻ്റെത് ഹൈഷൂം.
ഖൈഷൂം എന്നാണ്. അപ്പോൾ അതൊക്കെ നന്നാക്കി പഠിക്കണം കേട്ടോ. അതുപോലെ വരാം. 2 ചുണ്ടുകൾ എന്നതിൻ്റെത് ഷഫത്താനി, ലിസാന് നാവ്, ഹൽക്ക് തൊണ്ട ഒക്കെ ഓർമ്മ വേണേ. ഇനി അമിർ താബു എന്നതിലെ റായിനെ ഉച്ചരിക്കേണ്ട രൂപം. അമിർ താബു എന്നതിലെ റായിനെ തഫീമാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. തഫീം. അപ്പോൾ ഇവിടെ സുക്കൂനുള്ള റായിന് മുമ്പ് എന്താണ്? കസറ ആരില മുൻഫസില ആവുക എന്ന് പഠിച്ചിട്ടുണ്ട് തഫീം. അപ്പോൾ ഇവിടെ സുക്കൂനുള്ള റായിന് മുമ്പ് ഒരു പുതുതായി കസറ വന്നു. അപ്പോൾ ഇവിടെ തഫീമാണ്. മനസ്സിലാക്കുക. അമിർ താബു, ഇർജിഇ, അല്ലദിർത്തല, ഈ 3 വേർഡ്സാണ് ഇതിൻ്റെ ഉദാഹരണത്തിന് തഫീമിന് വരിക. അമിർ താബു, അല്ലദിർത്തല, ഇർജിഇ, ഈ 3 ഉദാഹരണമാണെങ്കിൽ അത് തഫീമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി എന്താണ്? റായിനെ തർക്കീക്ക് ചെയ്യേണ്ട സന്ദർഭങ്ങൾ എത്ര? റായിനെ തർക്കീക്ക് ചെയ്യേണ്ടത് 4 സന്ദർഭങ്ങളിലാണ്. തഫീമാണെങ്കിൽ 5ഉം തർക്കീക്ക് 4 സന്ദർഭങ്ങളിലുമാണ് കേട്ടോ. മാറിപ്പോരുത്. അടുത്തത് ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെ തർക്കീക്ക് ചെയ്യുന്നതിന് ഒരു ഉദാഹരണം. അള്ളാഹു എന്നതിന് മുമ്പ് കസറ വരണം. അത് ബിസ്മില്ല, നൂരില്ല, റസൂലില്ല, അങ്ങനെ വരുന്ന ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ബിസ്മില്ല എന്ന് നമുക്കിവിടെ എഴുതാം. അടുത്തതാ ഹിജുറുൻ. ഹിജുറുൻ എന്നതിലെ റായിൻ്റെ നിയമം. ഹിജുറുൻ എന്നതിൽ സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരവും അതിനു മുമ്പ് കസറാവുകയും ചെയ്തു. തർക്കീക്കാണ്. തർക്കീക്ക് ഇത് സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള ഒരു അക്ഷരവും ഇവിടെ ഫത്തഹോ ലൊമ്മോ ആണെങ്കിൽ തഫീം. കസറായതുകൊണ്ട് ഇത് തർക്കീക്ക്. അപ്പോൾ അത് മനസ്സിലാക്കണം കേട്ടോ. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. എല്ലാ സമയത്തും തഫീം ചെയ്യേണ്ട അക്ഷരങ്ങൾ. എല്ലാ സമയത്തും തഫീം ചെയ്യേണ്ട അക്ഷരമാണ് ഇസ്തിലായിൻ്റെ അക്ഷരമായ ഹുസ്സലാത്തിൻ കിള്. ഹുസ്സലാത്തിൻ കിള്. എന്തായാലും ആ അക്ഷരങ്ങൾ പഠിച്ചു വെക്കട്ടാ. ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ എഴുതി. ഹ, സോദ്, ലോ, ഐന്, ഖാഫ്, ലോ, തോ കേട്ടോ. അടുത്ത് മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി തഫീം എന്നാൽ എന്താണ് തഫീം? വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കുന്നതിന് തഫീം എന്ന് പറയുന്നു. വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കുന്നതിന് തഫീം എന്ന് പറയുന്നു. കനപ്പിച്ചുച്ചരിക്കാന്ന് പറയൂ കേട്ടോ. അപ്പോൾ തർക്കീക്ക് എന്നാലോ? അക്ഷരത്തെ നേർപ്പിച്ചുച്ചരിക്കുന്നതിനാണ് തർക്കീക്ക് എന്ന് പറയുന്നത്. എങ്ങനെയാണ് തഫീം ഉണ്ടാകുന്നത് എന്ന് വെച്ചാലോ? നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ടാണ് തഫീം ഉണ്ടാകുന്നത്. അണ്ണാക്കിൽ നിന്ന് താഴുന്നത് കൊണ്ടാണ് തർക്കീക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ പഠിക്കണം. ഇനി സായിൻ്റെ മഹ്റജ്. സായി ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സോദ്, സായി, സീന്. അപ്പം അതിൽ സായിൻ്റെ മഹ്റജാണ്. നാവിൻ്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും. സായി, സ പറഞ്ഞു നോക്കുക. സ, സായി എന്ന് പറയുമ്പോൾ നാവിൻ്റെ അറ്റം 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും ചേർന്ന് കണ്ടാണ് സായി നമ്മൾ പറയുന്നത്. ഇനി ഹബീർ. ഹബീർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്താണ് ഓതേണ്ടത്. കാരണം എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഹബീർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്യാൻ സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. സുക്കൂനുള്ള യാ വന്നാൽ അവിടെ തർക്കീക്കാണ്. സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. അതുകൊണ്ടാണ് ഇവിടെ ഹബീർ എന്നതിൽ തർക്കീക്ക് ചെയ്ത് ഓതിയത്. ഇതുപോലെ മസീർ, ത്വയ്ർ എന്നൊക്കെ ഉദാഹരണം വരും. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഫസ്ബിർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്യാം. കാരണം എന്ത്? ഫസ്ബിർ എന്നതിലെ റായിനെ തർക്കീക്ക് ചെയ്യാൻ കാരണം സാക്കിനായ റായിന് മുമ്പ് എന്താണ്? കസറ വന്നു. അതിനുശേഷം ഇസ്തിലായിൻ്റെ ഹർഫ് ഇല്ലാതിരിക്കുകയും ചെയ്തു. സുക്കൂനുള്ള റായിന് മുമ്പ് കസറാവുകയും ശേഷം ഇസ്തിലായിൻ്റെ ഹർഫ് ഇല്ലാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് തർക്കീക്ക് ചെയ്തത്. തർക്കീക്കിൻ്റെ 4 സന്ദർഭങ്ങൾ. ഇതുപോലെ ഓരോ ഉദാഹരണങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. അതുപോലെ തന്നെ തഫീമിൻ്റെ 5 സന്ദർഭങ്ങളും മനസ്സിലാക്കട്ടാ. അടുത്തത് ലാമു ജലാലയെ തഫീം ചെയ്യണം എപ്പോൾ? ലാമു ജലാല അള്ളാഹു എന്ന നാമത്തിന് മുമ്പ് ഫത്തഹോ ലൊമ്മോ ആണെങ്കിൽ ലാമു ജലാലയെ തഫീം ചെയ്യണം. അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫത്തഹോ ലൊമ്മോ ആണെങ്കിൽ തഫീം ചെയ്യണം. ഇനി ലാമു ജലാലയെ തർക്കീക്ക് ചെയ്യണം എപ്പോൾ എന്ന് വെച്ചാൽ അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ്
കസറ വന്നാൽ തർക്കീക്ക് ചെയ്യണം. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കിയാൽ ഫത്തഹും ലൊമ്മും ആണെങ്കിൽ തഫീം, കസറയാണെങ്കിൽ തർക്കീക്ക്. ഇനി തോഇൻ്റെ മഹറജ് ഏതാണ്? പറഞ്ഞു നോക്കുക. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും. തോവും താവും ദാലും. ആ 3 അക്ഷരത്തിൻ്റെ മഹറജ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇനി 2 വിഷയങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാനാണ്. ഒന്ന് തഫീമും തർക്കീക്കുമാണ്. തഫീമും തർക്കീക്കും നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കുന്നതിന് തഫീമെന്നും നേർപ്പിച്ചുച്ചരിക്കുന്നതിന് തർക്കീക്കെന്നും പറയുന്നു. തഫീമിൻ്റെ സന്ദർഭങ്ങൾ 5 തർക്കീക്കിൻ്റെ സന്ദർഭങ്ങൾ 4. നാവിൻ്റെ മുരട് അണ്ണാക്കിൽ നിന്ന് ഉയരുന്നത് കൊണ്ടാണ് തഫീം ഉണ്ടാകുന്നത്. അണ്ണാക്കിൽ നിന്ന് താഴുന്നത് കൊണ്ടാണ് തർക്കീക്ക് ഉണ്ടാകുന്നത്. ഇസ്തീലായിൻ്റെ അക്ഷരങ്ങളായ ഹുസ്സലാത്തിൻ ഇത് എപ്പോഴും തഫീം ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. റായിൻ്റെ ഹർക്കത്ത് ഫത്തഹോ ലൊമ്മോ ആണെങ്കിൽ തഫീമാണ്, എന്നാൽ കസറയാണെങ്കിൽ അവിടെ തർക്കീക്കാണ്. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച തഫീമും തർക്കീക്കും മനസ്സിലാക്കിയിട്ട് അതെഴുതാം. ഈ തഫീമുർ റാ സ്വന്തം എഴുതുകയാണെങ്കിലോ നമ്മൾ തഫീമുർ റാ എന്ന പാഠം അതിലെ 5 സന്ദർഭങ്ങൾ വിവരിച്ചെഴുതുക. ആദ്യം തഫീം എന്താണെന്ന് എഴുതുക. എന്നിട്ട് അതിലെ 5 സന്ദർഭങ്ങളുണ്ട്. അത് ഉദാഹരണം എഴുതി. റഫ റായിൻ്റെ ഹർക്കത്ത് ഫതഹോ ലൊമ്മായി. പിന്നെ ഫുർഖാൻ സുക്കൂനുള്ള റായിന് മുമ്പ് ലൊമ്മ വന്നു. മർസദ് സുക്കൂനുള്ള റായിന് മുമ്പ് ഫതഹ വന്നു. അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ എഴുതി അത് 5 വരി കുറയാതാക്കി വിശദീകരിച്ച് എഴുതാം. അപ്പോൾ ഈ ലൈൻ ഇവിടെ ബാക്കി ഉണ്ടാവാൻ പാടില്ല. ഏത് വിഷയത്തെക്കുറിച്ച് എഴുതുകയാണെങ്കിലും അതിനെക്കുറിച്ച് ഈ ലൈന് ഫുള്ളായിട്ട്, അല്ലാതെ ഇങ്ങനെ ഇവിടെ തമ്പത്ത് കുറച്ച് 5 ലൈൻ എഴുതി വെച്ചാൽ 6 മാർക്ക് ലഭിക്കില്ല. മുഴുവനായിട്ട് ആ വിഷയത്തെക്കുറിച്ച് വിശദമാക്കി എഴുതണം. ഓക്കെ. അതുപോലെ ഇനി പിന്നെ വന്നത് തഫീമുല്ലാമാണ്. ലാമു ജലാല. അള്ളാഹു എന്ന ഇസ്മിന് മുമ്പ് ഫതഹ് വന്നാൽ, അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ലൊമ്മോ വന്നാൽ അവിടെ തഫീമായാണ് ഉച്ചരിക്കേണ്ടത്. ഉദാഹരണങ്ങൾ: യതൂബുല്ല, കുൽ ഹുവല്ലാഹു, റസൂലുല്ലാഹി, നൂറുല്ലാഹി. അങ്ങനെ അതിനെക്കുറിച്ച് നമുക്ക് എഴുതാൻ കഴിയണം. ഉദാഹരണങ്ങളൊക്കെ എഴുതി 5 വരി കുറയാതെ എഴുതാം. എന്നാൽ തർക്കീക്ക് ചെയ്യേണ്ട സന്ദർഭങ്ങൾ 4 സന്ദർഭങ്ങൾ തർക്കീക്ക് പഠിച്ചിട്ടുണ്ട്. അതും നേരത്തെ പറഞ്ഞതുപോലെ ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ അവസാനത്തെ പാഠം അതിൽ റിജാലുൻ റായിൻ്റെ ഹർക്കത്ത് കസറായി, അതുകൊണ്ട് അവിടെ തർക്കീക്ക് ചെയ്തു. ആദ്യം റാ എന്തുകൊണ്ടാണ് തർക്കീക്ക് ഉണ്ടാകുന്നത് എന്നൊക്കെ ചേർത്ത് എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അക്ഷരത്തെ നേർപ്പിച്ച് ഉച്ചരിക്കുമ്പോഴാണ് തർക്കീക്ക് ഉണ്ടാകുന്നത്. നാവിൻ്റെ മുരട് അണ്ണാക്കിൽ നിന്ന് അകലുന്നത് കൊണ്ടാണ് തർക്കീക്ക് ഉണ്ടാകുന്നത് എന്നൊക്കെ ചേർത്തിട്ട് അതിൻ്റെ 4 സന്ദർഭങ്ങളും ഉദാഹരണങ്ങളൊക്കെ എഴുതിയിട്ട് 5 വരി കുറയാതെ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ അഹ്കാമു തജ്വീദിൻ്റെ ചോദ്യപേപ്പറിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളോ ട്യൂഷനൊക്കെ ആവശ്യമുള്ളവർ എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. 82 89 89 29 85. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ കാണുകയാണെങ്കിൽ അതും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.